ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് പെനാങ്ങിലെ രണ്ടാമത്തെ ദിവസം, ശരിക്കും മൂന്നാമത്തെ ദിവസം ഇന്ന് കറക്കം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. നമ്മളിവിടെ ജോർജ് ടൗൺ അതിൻ്റെ ഏരിയത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എൻ്റെ ബാക്കിലുള്ളതാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ്. ഇത് റെസ്റ്റോറൻ്റാണ്, ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ. അപ്പോൾ നന്നായിട്ട് ബീച്ചൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ നല്ലൊരു ഹോട്ടൽ, മെർക്കൂർ പെനാങ് ആണ് കേട്ടോ ഇതിൻ്റെ പേര്. സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഹോട്ടലാണ്, നല്ല സൗകര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി ഉബറല്ല ഗ്രാബ് ഒന്ന് നോക്കണം. അപ്പം യാത്ര തുടങ്ങണം. പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, വേണ്ട സപ്പോർട്ടുകളൊക്കെ തരണം. ഓക്കെ, പോവാം. അപ്പോൾ നമ്മളെ ഗ്രാബ് വന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു ജെട്ടിയിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ പിന്തള്ളി നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ച്യൂ ജെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ ജെട്ടിയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ സന്ദർശിക്കുന്ന ഒരു ജെട്ടിയാണ് അത്. അപ്പോൾ അവിടേക്കാണ് മനോഹരമായ ബിൽഡിങ്ങുകളും നല്ല നല്ല റോഡുകളും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ പെനാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദ്വീപാണെങ്കിൽ കൂടി ഒരു നല്ലൊരു കുന്നുകളും മലകളും ബിൽഡിങ്ങുകളും ആയിട്ടുള്ള അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മളിപ്പോൾ ച്യൂ ജെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി കേട്ടോ. അവിടേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ നല്ലൊരു ടെമ്പിൾ കാണാം. ഒരു ചൈനീസ് ആണ് കാണുന്നത്. ഇത് ഇവിടുത്തെ നല്ലൊരു അട്രാക്ഷൻ, എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാട്ടോ ഈ ച്യൂ ജെട്ടി. അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരു വഴിയാണിത്. രണ്ട് ഭാഗത്തായിട്ട് ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു തിരക്കുള്ള സ്ഥലം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ അടിയിൽ ഇപ്പോൾ വെള്ളമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇത് മരത്തിൻ്റെ പാലാണ്. അതേമാതിരി മരം കൊണ്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടാണ് ഈ ഷോപ്പുകളൊക്കെ നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ കടൽ വെള്ളത്തിൽ തൂണിൽ പൊക്കിയിട്ടാണ് വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ, അതിൻ്റെ ആ കടലിൽ നിന്ന് വന്നിരിക്കുന്ന പില്ലറാണ് ഈ കാണുന്നത്. കുറേയൊക്കെ തുരുമ്പിച്ച് പോയി ദ്രവിച്ച് പോയതൊക്കെ കാണാം. ചുറ്റും അതേമാതിരിയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ അവിടെയൊക്കെ ആ പില്ലറിൻ്റെ മുകളിൽ കാണാം നമുക്ക് ബിൽഡിങ്ങുകൾ. ഈ പെനാങ്ങിലെ ഏറ്റവും പ്രസിദ്ധവും വലുതുമായ ഒരു ജെട്ടിയാണ് കേട്ടോ ഈ ച്യൂ ജെട്ടി. ഇതെന്ന് പറഞ്ഞിട്ട് ചൈനീസ് കുടിയേറ്റക്കാർ 19-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണ് ഇത്. എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ മരത്തൂണുകളിൽ നിർമ്മിച്ച വീടുകളുടെ ഒരു ജനവാസ കേന്ദ്രമാണിത്. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയൊരു സ്ഥലവും കൂടിയാണ്. ചൈനയിൽ നിന്ന് വന്നിട്ട് വിവിധ വംശീയ വിഭാഗക്കാർക്ക് കടൽ തീരത്ത് താമസിക്കാനായി സ്ഥാപിച്ച 7 ജെട്ടികളിൽ ഏറ്റവും വലുതാണ് നമ്മളിപ്പോൾ കാണുന്ന ച്യൂ ജെട്ടി. ഇതിന് ഈ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിച്ചിരിക്കുന്ന വിഭാഗങ്ങളിൽ ച്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന വിഭാഗമാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ജെട്ടിക്ക് ച്യൂ ജെട്ടി എന്നുള്ള പേര് വന്നത്. ഇതിൻ്റെ വീടുകളൊക്കെ ഉണ്ടാക്കിയത് തടി കൊണ്ടാണ് കേട്ടോ. ഈ നടപ്പാത വഴി പരസ്പരം ബന്ധിപ്പിച്ച നിലയിലാണ് എല്ലാ വീടും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് ഇവിടെ 75ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പിന്നെ ഒരു ഏറ്റവും വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലൊക്കെ ഇതേമാതിരി നല്ല കടകൾ, ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവരെ കടകൾ തന്നെ അത് കേട്ടോ. ഇതൊരു സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് സന്ദർശകരൊക്കെ മിതമായിട്ട് ഒരു സംസാരമൊക്കെ ഒന്ന് കുറയ്ക്കലും മാലിന്യം വലിച്ചെറിയുന്നതൊക്കെ നിർത്തുകയും അപ്പോൾ അവരെ വീടുകളിലേക്ക് അതിക്രമിച്ച് കടക്കാതിരിക്കുകയൊക്കെ വേണം. ഇന്നത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല മഴക്കാറാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് മഴ പൊടിയുകയും ചെയ്ത്. ഇതിപ്പോൾ പെട്ടെന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപാടികളൊക്കെ ഫ്ലോപ്പാവും. ഇത് കണ്ടില്ലേ, ആകാശം മുഴുവൻ കറുത്ത് കെട്ടി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പണി കിട്ടി കേട്ടോ. നേരത്തെ നല്ല മഴക്കാറെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, നല്ല ഗംഭീര മഴയാണ് പെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു കടേൻ്റെ വരാന്തയിൽ കയറി നിൽക്കുകയാണ്. എല്ലാവരും ഇവിടെയുള്ള വഴിയൊക്കെ കാലിയായി കേട്ടോ. അപ്പോൾ നല്ല മഴ കുടുങ്ങി കേട്ടോ. ഒരു അരമണിക്കൂർ കൊണ്ട് മഴ നിന്നു. നല്ല ചെറുതായിട്ട് ഡ്രിസ്ലിംഗ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഏരിയയിൽ തന്നെയുള്ള വേറെ ഒരു ജെട്ടി കേട്ടോ. അത് കുറച്ചുകൂടി അത് റെസിഡൻസ് ഏരിയ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒന്നും ഷോപ്പിംഗ് ഒന്നും കാണില്ല. നന്നായിട്ട് ഒക്കെ അലങ്കരിച്ചൊരു സ്ഥലം.
കുറച്ചുകൂടി പോഷ് ഏരിയ മാതിരി നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടുന്ന് ഒന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇതല്ലേ എല്ലാം മരപ്പലകയിലാണ് വാക്കിങ് കിട്ടും. പിന്നെ വീടുകളൊക്കെ കുറച്ച് കോൺക്രീറ്റ് ചെയ്ത ഫ്ലോറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ റെസിഡൻസ് തന്നെയാണ് കേട്ടോ, റെസിഡൻസ് ഏരിയ ആണ്. ഒറ്റ ഷോപ്പ് പോലും ഇല്ല. നമ്മൾ നേരത്തെ പോയ ചൂജട്ടിയിലാണ് ഭയങ്കര സ്ട്രീറ്റ് കച്ചവടങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നന്നായിട്ട് മഴയെ കുടുങ്ങിട്ടോ. അപ്പോൾ നമ്മളിൽ ആകെ ഒരു ക്യാപ്പേ ഉള്ളൂ. നമ്മൾ അമ്പർല വാങ്ങിയാൽ തന്നെ മൂന്നെണ്ണം വാങ്ങേണ്ടി വരും. കാരണം എല്ലാവർക്കും കൂടി ചൂടി നടക്കാനുള്ള സൗകര്യമില്ല ഒറ്റ കുട വാങ്ങിയാൽ. എന്താണ്, എങ്ങനെയുണ്ട് മഴയൊക്കെ? അടിപൊളി മഴ, പെട്ടെന്ന് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മഴ. എന്തായാലും അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണല്ലേ. അതെ അതെ, കുറച്ച് പോഷ് ഏരിയ ആണ്, കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. നല്ലൊരു വൃത്തിയുള്ള ഒരു സ്ഥലം. ഇവിടുന്ന് കണ്ടില്ലേ കടലിലേക്ക് കുറേ നീണ്ടിട്ടൊരു പാലം കാണാം കേട്ടോ. കടലിലേക്ക് തള്ളി നിന്നുകൊണ്ട് അത് അവിടെ ഒരു ടെമ്പിൾ കാണുന്നുണ്ടല്ലേ. നമ്മൾ നേരത്തെ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് അപ്പുറമാണ് കേട്ടോ. ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തൊരു സ്ഥലം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു 10-200 മീറ്ററേ ഉള്ളൂ അവിടേക്ക്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നിർത്തിയിരിക്കുന്നത് ഒക്കെ അടിഭാഗമൊക്കെ എങ്ങനെയാണ്. മുകളിൽ വലിയ പോഷൊക്കെ കാണുന്നുണ്ടെങ്കിലും താഴ്വാരം ഒക്കെ റെഡിയാണ്. ജെട്ടീൻ്റെ സമീപത്തുള്ളൊരു ഫയർ സ്റ്റേഷനാണ് കേട്ടോ ഇത്. കുറേ വണ്ടിയൊക്കെ അവിടെ ഉണ്ട്. നമുക്കിനി പോകേണ്ടത്, നമ്മളിവിടെ ഒരു അർമേനിയ സ്ട്രീറ്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന വഴിയിലേ, നമ്മൾ അർമേനിയ സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ജെട്ടി ഫുഡ് കോർട്ടാണ് കേട്ടത്. പക്ഷെ ഇപ്പോൾ കാലിയാണ്, ആരുമില്ല ശരിക്കും. വിവിധ തരം 2 ഭാഗത്തായിട്ട് വിവിധ തരം ഫുഡുകളുടെ സ്ഥലമാണിത്. നമ്മൾ ഫുഡ് കോർട്ട് കയറി. മെൽവിൻ ഒരു വാട്ടർമെലൻ ജ്യൂസ് വേണമെന്ന്. എങ്ങനെയുണ്ട് മെൽവിൻ? സൂപ്പറാണെന്നാണ് പറയുന്നത്. ഇതാണ് വാട്ടർമെലൻ വാങ്ങിയ കേട്ടോ ഫുഡ് കോർട്ടിൽ. ഇന്ന് മഴ ആയതുകൊണ്ട് കുറച്ചൊരു തിരക്ക് കുറവ് കാണുമായിരിക്കും. നല്ലൊരു ഫ്രൂട്ടിൻ്റെ മണം വന്നപ്പോൾ നോക്കിയതാണ് കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതവിടെ അപ്പുറം ഡൊരിയാൻ്റെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ സ്മെല്ലാണ്. ഈ സാധനം, ഈ ഫ്രൂട്ട് പല സ്ഥലത്തേക്കും കയറ്റില്ല കേട്ടോ, കാരണം അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. അങ്ങനെ നമ്മളിപ്പോൾ അർമേനിയ സ്ട്രീറ്റിലാണ് കേട്ടുള്ളത്. ഒരു പഴയ ഒരു നഗരം എന്ന് പറയാം. കുറേ പഴയ ബിൽഡിങ്ങുകളാണുള്ളത്. ഇതിൻ്റെ അകത്തുള്ളത് കുറേ ടോയ്സ്, സുവനീറുകൾ, അങ്ങനെയുള്ള കുറേ ഫുഡുകൾ, സ്ട്രീറ്റുകൾ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കാണാം നമുക്ക്. പിന്നെ ബാഗ്, അംബ്രല്ലാസ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ഈ അർമേനിയ സ്ട്രീറ്റിലുള്ളത്. ഇതുകൊണ്ട് ഇതേമാതിരിയുള്ള ചെറിയ ചെറിയ തട്ടുകടകൾ കാണാം. അതൊക്കെ സുവനീറിൻ്റെ കടകളാണ്. നമ്മളിവിടുന്ന് ഒരു സൈക്കിൾ റിക്ഷ വിളിച്ചു കേട്ടോ, ഈ സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 80 ആണ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ നമ്മൾ ചെറുങ്ങനെ ഒന്ന് ബാർഗെയിൻ ചെയ്തു. അപ്പോൾ നമ്മളെ സൈക്കിൾ റിക്ഷ യാത്ര തുടങ്ങി. ടൈം ഇസ് എത്രയുടെ സമയം? 12:15. Oh, 1:15 we'll stop. Mama, dali lah punya. Tolak lah, naik keras. അപ്പോൾ 1 മണിക്കൂർ നേരം നമ്മളെ കൊണ്ടുവരും കേട്ടോ. ഇതിലിങ്ങനെ പോവാം നമുക്ക്. അപ്പോൾ വഴിയിലുള്ള ഫോട്ടോസോ സീനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാം. ശരിക്കും 2 ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. മെൽവിൻ ഇപ്പോൾ പുറത്താണ്. ഇതാണ് സ്ട്രീറ്റ് ആർട്ടുകൾ ഇവിടെ തുടങ്ങി കേട്ടോ. സൂപ്പർ. ഞങ്ങളിപ്പോൾ സൈക്കിൾ റിക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെൽവിൻ ഇപ്പോൾ നിലത്തും അല്ല ആകാശത്തിലും അല്ലാതെ പറഞ്ഞവരെ ഇരിക്കുന്നത്. ശരിക്കും 2 ആൾക്ക്, തടിച്ച 2 ആളേനും പറ്റുമല്ലോ കേട്ടോ. അത്രയും ചെറിയൊരു സീറ്റ് അറേഞ്ച്മെൻറ്റേ ഉള്ളൂ ഇതിന്.
ശരിക്കും ഈ സൈക്കിൾ റിക്ഷയിൽ കയറിയിട്ടേ ഒരു വെയിലൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ടൗണിൽ കറങ്ങാൻ നല്ലതാണ് കേട്ടോ. കാരണം 1 അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്ററിൻ്റെ ചോടെ ഇത് കവർ ചെയ്യുള്ളൂ. അത്രയും സ്ലോയിലാണ് ഇത് പോകുന്നത്. ഈ റോഡിലൊക്കെ ഞങ്ങൾ നേരത്തെ പോയതാണ്. അപ്പോൾ നമുക്ക് 1 അവറിൽ പാക്കേജിൽ തന്നിരിക്കുന്ന കുറേ സ്ഥലങ്ങളിൽ പെട്ടതാണ് ഇതും. അപ്പോൾ അവിടെ നിന്നൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വേഗം വിട്ടോളാൻ പറഞ്ഞു ഞാൻ. വേഗം വിടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടുന്നൊന്നുമില്ല, മെല്ലെ മെല്ലെ പോവുക. എന്തായാലും ടൗണൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകാം. ഒരു പഴയ സിറ്റി കേട്ടോ, പഴയ ആ ഒരു രാജകീയത ആ പഴയതിലും നമുക്ക് കാണാൻ പറ്റും. നല്ല കളർഫുൾ ആക്കിയിട്ട് ഒരു ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ പറ്റിയ മാതിരി കളർഫുൾ ആക്കിയിട്ട് വെച്ചിരിക്കുന്ന ഒരു നഗരമാണ് കേട്ടോ അർമേനിയൻ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിൻ്റെ അകത്ത് ഒത്തിരി ഫുഡ് കോർട്ടുകളുണ്ട്, പിന്നെ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലങ്ങളുണ്ട്. എല്ലാം ഈ ഒരു സ്ട്രീറ്റിലേക്ക് കയറി നമുക്ക് കാണാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ് ആർട്ടാണ്. ഇതിൽ കണ്ടില്ലേ, ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. മെയിൻ സ്ട്രീറ്റ് അത്രയും പഴക്കമുള്ളതൊക്കെ ഇനി നമുക്ക് പോകണം. അത് നമ്മൾ എന്തായാലും ഈ സൈക്കിൾ റിക്ഷക്കാരെ കൊണ്ടുപോകും. ഇതും കുറച്ച് പഴക്കമുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടി ഈ യാത്ര അങ്ങനെ തുടരുകയാണ്. ഇതൊരു 18-ാം നൂറ്റാണ്ടിൽ ഇന്തോനേഷ്യ ഈ വഴി നമ്മൾ നേരത്തെ ഒരുന്ന് പോയതാണ്. അപ്പോൾ അതൊന്ന് അവിടുന്ന് കറക്കി എടുക്കുന്നതാണ് എന്തായാലും. അപ്പോൾ ഇനി നമുക്ക് എത്തേണ്ടത് ഇനിയിപ്പോൾ സ്ട്രീറ്റ് ആർട്ടിൻ്റെ സ്ഥലത്തേക്കാണ്. അതാണ് കാണേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും കാണണം. ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നോരോന്ന് കാണാം കേട്ടോ നമുക്ക്. അവിടെ ഒരു കൊട്ടി ചുമരുമ്പോൾ പിടിച്ച് കയറുന്നൊരു ചിത്രം കാണാം. പിന്നെ ഇവിടെ ഇതാ ഒരു സൈക്കിൾ റിക്ഷേനെ മാതിരിയുള്ള നേരെ ഓപ്പോസിറ്റ് ഒരു ബട്ടർഫ്ലൈ കാണാം. അങ്ങനെയുള്ളതൊക്കെ അവിടെ നിന്ന് കണ്ട് നമ്മൾ എന്തായാലും സൈക്കിൾ റിക്ഷ അത്ര മോശം എന്ന് പറഞ്ഞൂടാ, സ്പീഡില്ലാന്നേ ഉള്ളൂ. നല്ല രസമുള്ളൊരു പരിപാടി കിട്ടും. പക്ഷേ ഇതിൽ നടക്കണത് നല്ല ശരിക്കും. എന്താ എൻ്റെ അഭിപ്രായം? പൈസ പോയി. ആളുകളൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ വേറൊരു സ്ട്രീറ്റിലെത്തിയിട്ടോ. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുള്ള സ്ട്രീറ്റുകളാണ്. പക്ഷേ ഈ സൈഡൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ട് അങ്ങനെ സിറ്റീൻ്റെ ഒരു സൗന്ദര്യം പോയ മാതിരി. പക്ഷേ നല്ല വീതിയുള്ള റോഡായതുകൊണ്ട് സൈഡ് പാർക്കിങ്ങും ട്രാഫിക്കിനെയൊന്നും ബാധിക്കുന്നില്ല കേട്ടോ. ഇതേമാതിരി ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ സുവനീറുകളോ അങ്ങനെ പല സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. റെസ്റ്റോറൻറ്റുകളുണ്ട്, പിന്നെ ഇതേമാതിരി ആഭരണങ്ങളൊക്കെ ഉള്ള കടകളുണ്ട്, പിന്നെ പലതര കരകൗശല വസ്തുക്കളൊക്കെ ഇതിവിടെ കാണുന്നുണ്ട്. നമ്മളെ റിക്ഷക്കാരൻ കൊണ്ട് നിർത്തിയ സ്ഥലമാണിത്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടൂറിസ്റ്റുകൾ വന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നൊക്കെ അങ്ങേർക്കറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയത്. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയതൊന്നും കാണുന്നില്ല. എന്നാലും ഉണ്ട് കേട്ടോ, ഇത് ആവശ്യപ്പെടുന്ന നല്ല കരകൗശല വസ്തുക്കളൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയതുണ്ട്. ഈ സമയമൊക്കെ നമ്മളിൽ നിന്ന് പോകും കേട്ടോ. നമ്മളെ 1 അവറിന് ഇതൊക്കെ പോവും. നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള സ്ട്രീറ്റിൽ കൂടിയാണ് കേട്ടോ. ചുമരിൻ്റെ 2 ഭാഗത്തും നന്നായിട്ട് നല്ല പെയിൻറ്റിങ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രീറ്റ് കേട്ടോ. ഇവിടെ പല അഡ്വഞ്ചറിൻ്റെയൊക്കെ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് കാണുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊന്നും അറിയുന്നില്ല. പക്ഷെ ഇവിടെ ഒന്നും ഇതിൻ്റെ ഓഫീസുകളൊന്നും കാണാനില്ല കേട്ടോ. നല്ലൊരു സ്ട്രീറ്റ്. വളരെ നടന്നു പോകുന്ന ആൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടോ. നമ്മളെ സൈക്കിൾ റിക്ഷേൻ്റെ സ്പീഡപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. സൂപ്പർ, നല്ല കളർഫുൾ. അവിടെ പമ്പരൊക്കെ കറങ്ങുന്ന കാണാൻ കുറേ ദൂരെയായിട്ട് നമുക്ക്. എന്തായാലും ഇതിലൊക്കെ നടന്ന് കാണുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഇതൊരു വേറെ ഒരു എക്സ്പീരിയൻസ്, സൈക്കിൾ റിക്ഷയിൽ പോകുന്ന വേറെ ഒരു എക്സ്പീരിയൻസ്. എന്തായാലും അവരും ഇങ്ങനെ രാവിലെ സൈക്കിൾ റിക്ഷയായിട്ട് ഇറങ്ങുന്നതല്ലേ. അങ്ങനെ ജോർജ് ടൗണിൻ്റെ സെൻട്രൽ ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത്. ഈ ജോർജ് ടൗൺ പെനാങ്ങിൻ്റെ ഒരു പ്രത്യേക ഒരു വൈബ് സ്ഥലമാണിത്. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഈ ജോർജ് ടൗൺ. ചുമ്മാ ഒരു കളറ് കൊടുത്ത് പമ്പരം ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. എന്നാലും ആ സ്ട്രീറ്റിന് അതൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതാ ജോർജ് ടൗൺ എന്ന് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്തായാലും
ജോർജ് ടൗൺ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഇവിടെ കാണാം. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഇതാ നമ്മൾ നേരത്തെ കണ്ടതല്ല വേറൊരു ഫയർ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്, സെൻട്രൽ ഫയർ സ്റ്റേഷൻ എന്ന് പറയുന്നു. പിന്നെ അപ്പുറമൊക്കെ ചുമരിൻ്റെ മുകളിലൊക്കെ പറഞ്ഞ ഒരു സ്ട്രീറ്റ് ആർട്ടിൻ്റെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ പഴയ കാലഘട്ടത്തിലെ ബിൽഡിങ്ങുകളാണ് കാണുന്നത്. അവിടെ ഒരു മോസ്ക് കാണാം. മെൽവിൻ്റെ നിർബന്ധത്തിന് വഴിയാണ് നമ്മളിപ്പോൾ സൈക്കിൾ റിക്ഷയിൽ കയറി. മെൽവിൻ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. മെൽവിൻ എന്തായാലും സീറ്റും ഇല്ല, നിൽക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി പ്ലാറ്റ്ഫോമിലാണ് ഇരുന്ന് പോകുന്നത് എന്തായാലും. പക്ഷേ ഈ ഇത്രയും ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടും വേറൊരു സൈക്കിൾ റിക്ഷക്കാരനെ നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ മാത്രമേ ഇപ്പോൾ ഇന്ന് രാവിലെ ഇതിൽ കയറിയിട്ടുള്ളൂ. ഈ അർമേനിയൻ സ്ട്രീറ്റിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇരുമ്പ് കാരിക്കേച്ചറും പിന്നെ സ്ട്രീറ്റ് ആർട്ട് ചുമരിൻ്റെ മുകളിലുള്ള പെയിൻറ്റിങ്ങുകളുമാണ്. 2012 ജോർജ് ടൗണിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഒരു ലിത്വാനിയൻ കലാകാരനായ ഏണസ്റ്റ് സക്രവിച്ചാണ് ഈ പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്ത് കിട്ടും. നഗരത്തിൻ്റെ പൈതൃകവും പിന്നെ സംസ്കാരമൊക്കെ കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് ചിത്രങ്ങളും നമുക്ക് കാണാം. കുട്ടികൾ സൈക്കിളിൻ്റെ മുകളിൽ പോകുന്നത് കാണാം, ബൈക്കിൻ്റെ മുകളിൽ പോകുന്നത് കാണാം, സൈക്കിള് ചുമരിൻ്റെ മുകളിൽ ഉറപ്പിച്ചിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ കാണാം. പിന്നെ ഇതേമാതിരിയുള്ള കുറേ ചിത്രങ്ങൾ ഇത് കണ്ടില്ലേ, ഒരു ബൈക്ക് അവിടെ ഒറിജിനൽ ബൈക്കാണ്, പക്ഷേ ചുമരിൻ്റെ മുകളിൽ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഈ ജോർജ് ടൗണിലുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഇത് കാണാനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നുമുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട്, രാവിലെ നേരത്തെ ആയതുകൊണ്ടായിരിക്കും ആളുകളെ എണ്ണമൊക്കെ കുറവ്. ഇതിൻ്റെ മുകളിലാണ് മെൽവിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് സൈക്കിളിൽ കയറി ജനലിനുള്ളിൽ കൂടി 2 കുട്ടികൾ കൈയിട്ട് വിളിക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ള അടിപൊളി പെയിൻറ്റിങ്ങുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ കാണാനാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് സൈക്കിൾ റിക്ഷയിൽ വന്നത്. അപ്പോൾ എന്തായാലും പെയിൻറ്റിങ്ങുകളുള്ള കുറേ ഭാഗത്തു കൂടി അങ്ങേര് പോയി. ഈ റിക്ഷയിലെ കറക്കം ശരിക്കും വേസ്റ്റാണ് കേട്ടോ. നമുക്കൊരു സിറ്റിയിൽ കുറച്ച് ഭാഗത്തൂടെയൊക്കെ കൊണ്ടുപോയി ഒരു 1 hour ചവിട്ടി എന്നുള്ളതല്ലോ. 1 hour മീൻസ് നമ്മൾ നടക്കുന്നതിനെക്കാട്ടിൽ സ്ലോയിലാണ് സൈക്കിൾ പോകുന്നത്. അപ്പോൾ അത് എന്താണ്, എങ്ങനെയുണ്ട് അഭിപ്രായം? എന്ത് പറയാനാ, പറ്റി വളരെ സ്ലോയില് 1 hour എന്തായാലും ചവിട്ടി. അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പായി കാണാനും. ഈ കുറച്ച് സ്ട്രീറ്റ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു, അത്ര തന്നെ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നടക്കേണ്ടതേ ഉള്ളൂ കേട്ടോ, ഇത്രയൊക്കെ നടക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ വഴി അറിയാത്തതുകൊണ്ട് ഉള്ള ആ സ്ട്രീറ്റ് ആർട്ടിൻ്റെ സ്ഥലത്തൊക്കെ പുള്ളി എത്തിച്ചു തന്നു. അപ്പോൾ വേണ്ടത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നവർ ശരിക്കും നടന്ന് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ ജെട്ടി ഫുഡ് കോർട്ടിൽ നമ്മൾ തിരിച്ചെത്തി. നമ്മൾ പോകുമ്പോൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ പോകുമ്പോൾ കാലിയാണെങ്കിൽ ഇപ്പോൾ ഒക്കെ അത്യാവശ്യം ആളായിട്ടോ, ഒക്കെ ഏകദേശം തിരക്കുകളായി. അപ്പോൾ നമ്മളൊരു പ്രോൺസ് ബിരിയാണിയും പിന്നെ ഒരു ചിക്കൻ മസാല ബിരിയാണി, 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരട്ടെ, വന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. നമ്മൾ ഈ ഹോട്ടലിലാണ് കേട്ടോ ഫുഡ് വാങ്ങിയത്. ഇവിടുന്ന് ഞാൻ കേട്ടത് വെച്ചിട്ട് ഇതും പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ഈ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ എനിക്ക് വായിക്കാം, പ്രോൺസ് ബിരിയാണി വാങ്ങിയിട്ടുണ്ടോയെന്ന് അറിയാം, ബാക്കി എന്താ എനിക്ക് വാങ്ങിയിട്ടുണ്ടോയെന്ന് അറിയാം. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അത്രയ്ക്കും സാധനം ഇട്ടോ. ഹോട്ടലിൻ്റെ പേര് എനിക്ക് വായിക്കാൻ കിട്ടുന്നത് എന്തായാലും ഇന്ത്യൻ റെസ്റ്റോറൻ്റായിട്ട് ഫുഡാണ് അവിടെ കിട്ടും, ഇന്ത്യൻ ഫുഡെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ഫുഡ് വന്നു കേട്ടോ, ചെമ്മീൻ ബിരിയാണി പിന്നെ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞങ്ങൾ തുടങ്ങി. എങ്ങനെയുണ്ട് മെൽവിൻ? ചെമ്മീൻ ഇതിന് നല്ല ചൂടുണ്ട് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ കുറച്ചൊക്കെ കഴിച്ചു നോക്കി ചിക്കൻ ബിരിയാണി. അപ്പോൾ മെൽവിൻ അത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. കഴിച്ചത് ഒരു ഇന്ത്യൻ ഫുഡാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് മൊത്തം പല രാജ്യങ്ങളുടെ ഫുഡുകളാണുള്ളത്. തായ്വാൻ ഉണ്ട്, ചൈന ഉണ്ട്, ഇന്ത്യ ഉണ്ട്, അതേമാതിരിയുള്ള കുറേ ഫുഡുകളെ സ്ഥലം. അപ്പോൾ നല്ല ഫുഡാണ്, കുഴപ്പമില്ല.
അങ്ങനെ ജോർജ് ടൗണിന് തിരിച്ചു വന്ന് ഒന്ന് ഉറങ്ങി കേട്ടോ. കാരണം അവിടെ നല്ല വെയിലത്ത് കുറച്ച് നടന്നില്ലേ, വണ്ടിയിലാണെങ്കിലും നമ്മൾ കുറേ വെയിൽ കൊണ്ടു. പിന്നെ അങ്ങനെ ഇപ്പോൾ എത്തി. ഇനിയിപ്പോൾ നൈറ്റിൽ ഇറങ്ങിയതാണ് നമ്മൾ. ഇനിയിപ്പോൾ ഫുഡ് എന്തേലും നോക്കണം നൈറ്റിലേക്ക്. ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കപ്പ നൂഡിൽസ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണിത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യും. നാളെ പെനാങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരും വരെ ബായ്.